എൻ്റെ പേര് ചിന്നമ്മ ജോസഫ്. ഞങ്ങൾ കർത്താവിൻ്റെ ശുശ്രൂഷ വേലയിലായിട്ട് ഇപ്പോൾ 36 വർഷമായി കർത്താവിൻ്റെ ശുശ്രൂഷ വേലയിലാണ്. പാസ്റ്റർ നന്നേ ചെറുപ്പത്തിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചതാണ്. ഞങ്ങൾ പലയിടങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്തു. സഭകൾ സ്ഥാപിക്കാനും അനേക ആത്മാക്കളെ നേടാനൊക്കെയും കർത്താവ് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മുതലാണ് പാസ്റ്റർ ഹാർട്ടിന് അറ്റാക്ക് വരികയും അങ്ങനെ കൊല്ലം ഹോളി ക്രോസിൽ അഡ്മിറ്റ് ആകുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് 3 ബ്ലോക്ക് ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നു. അങ്ങനെ ശ്രീചിത്രയിലേക്ക് ഓപ്പറേഷന് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ലെറ്റർ തന്നു. പക്ഷേ എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ റിസ്ക്കാണ്, ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞായിരുന്നു. അതിന് മുമ്പ് തന്നെ 2 ദിവസം മുമ്പ് തന്നെ ശ്വാസമുട്ട് വരികയും ഇവിടെ അടുത്തുള്ള അസീസിയ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആകുകയും ചെയ്തു. ICUവിൽ വെച്ച് സ്ട്രോക്ക് വരികയും ഒരു കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് മങ്ങലേൽക്കുകയും ചെയ്തു. ഓർമ്മക്കുറവും ഉണ്ടായി. അതിനുശേഷം ഇത് റിസ്ക് ആയതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാനൊട്ടും പറ്റത്തില്ല. എന്നാൽ ഇപ്പോൾ ഏകദേശം 6 മാസക്കാലത്തിനുള്ളിൽ ഒരു 4-5 പ്രാവശ്യത്തോളം ICUവിലാകാൻ തക്കനിടയായി തീർന്നു. കൂടെ ലങ്സിന് ഫ്ലൂയിഡ് കെട്ടുകയും ന്യൂമോണിയ ബാധിക്കുകയും ക്രിയാറ്റിൻ കൂടുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയാണ്. കൂടെ അറ്റാക്ക് വരികയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ചില മാസങ്ങൾക്ക് മുമ്പ് പാസ്റ്റർ സജി പള്ളിക്കുന്നേൽ ഒരു വീഡിയോ ഇട്ടതിൻ്റെ ഫലമായിട്ട് അല്പം സഹായം ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇതുവരെയും ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പിന്നെയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. ICUവിലാണ്. 8 ദിവസക്കാലം ICUവിൽ കിടന്നു. എനിക്ക് 40,000 രൂപയോളം ബില്ല് വന്നു. അതുതന്നെ എങ്ങനെ അടച്ചെന്നുള്ളത് എനിക്ക് തന്നെ അറിയത്തില്ല. അതിൻ്റെ കടമുണ്ട്. ഇപ്പോൾ വീണ്ടും 3 ദിവസമായിട്ട് ICUവിൽ അഡ്മിറ്റ് വീണ്ടും ആക്കിയിരിക്കുകയാണ്. കൂടെ അറ്റാക്ക് വരുന്നു, ന്യൂമോണിയ ബാധിക്കുന്നു, ലങ്സിന് ഫ്ലൂയിഡ് കെട്ടുന്നു. ഇനിയിപ്പോൾ മുന്നോട്ട് കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ മുന്നോട്ട് എങ്ങനെ ആയിരിക്കുന്നു എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വാടകയ്ക്ക് ഒരു വീട്ടിലാണ്. 4,000 രൂപ അതിന് വാടക കൊടുക്കണം. മോന് ജോലിയൊന്നും ആയിട്ടില്ല. അവൻ പഠിത്തം കഴിഞ്ഞതേ ഉള്ളൂ. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ സഹായിച്ച എല്ലാ ദൈവമക്കൾക്കും വളരെ നന്ദിയുണ്ട്. എന്നാൽ ഒരിക്കൽ കൂടെ നിങ്ങളുടെ സഹായത്തിൻ്റെ കാര്യം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. പ്രാർത്ഥനയും ഇതല്ലാതെ ഞങ്ങളുടെ മുമ്പിൽ ഒന്നുമില്ല. സാമ്പത്തികമായിട്ടൊന്നും തന്നെയില്ല, സ്വന്തമായിട്ടൊന്നുമില്ല. അതിനാൽ ദൈവമക്കളുടെ സഹായത്തിൻ്റെ കരം ഞങ്ങളുടെ മുമ്പിൽ ഒന്നുകൂടെ നീട്ടണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഇറങ്ങിയാൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ അകത്ത് കയറി നിൽക്കാൻ പ്രവേശനമില്ലാത്തത് കൊണ്ട് വെളിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. അതിനാൽ ദൈവമക്കൾ ഞങ്ങളെ ഒന്നുകൂടെ സഹായിക്കണമേ, സഹായത്തിൻ്റെ കരം നീട്ടണമെന്ന് അപേക്ഷിക്കുന്നു. പാസ്റ്റർ ഇപ്പോൾ ആയിരിക്കുന്ന വെന്റിലേറ്ററിലാണ്. ഇപ്പോഴും ഓക്സിജൻ കൊടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ നിന്ന് ഇതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ICUവിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മുഴുവൻ ഓക്സിജൻ കൊടുത്തിട്ടിരിക്കുകയായിരുന്നു. ഇപ്പം വലിയ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. കഴിവതും ഈ കുടുംബത്തെ സഹായിക്കണം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ അവർ സ്വന്തമായിട്ടൊരു വീടോ സ്ഥലമോ ഒന്നുമില്ല. ഇത് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണമെന്നുള്ളത് ഒട്ടും അറിയില്ല. ഒരു വല്ലാത്തൊരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ അസിസി ഹോസ്പിറ്റലിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ദയവായിട്ട് അവരെ സഹായിക്കണം, ആ കുടുംബത്തെ സഹായിക്കണം, ആ പാസ്റ്ററെ സഹായിക്കണം എന്നുള്ള കാര്യം അഭ്യർത്ഥിക്കുന്നു. അവർക്കൊരു 3 സെൻറ്റ് സ്ഥലമെങ്കിലും ഇത് കഴിഞ്ഞതിന് ശേഷം കിട്ടിയാൽ വലിയൊരു അനുഗ്രഹമായിരിക്കും. ഞാനും അവരെ ഓർത്ത് നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ഇങ്ങനെ കർത്താവിൻ്റെ വേല ചെയ്ത അനേക ദൈവദാസന്മാർ 1 സെൻറ്റ് സ്ഥലം പോലും ഇല്ലാതെ അവർ വാർദ്ധക്യത്തിൽ എവിടെ താമസിക്കണമെന്നറിയാതെ ബുദ്ധിമുട്ടുന്നു. ഈ കർത്തദാസനെ സംബന്ധിച്ചിടത്തോളം 55 വയസ്സേ ഉള്ളൂ. ഇനി ശുശ്രൂഷയിൽ നിന്ന്, സഭാ ശുശ്രൂഷയിൽ നിന്ന് പിരിയാൻ സമയമൊന്നും ആയിട്ടില്ല, നമുക്കറിയാമല്ലോ. പക്ഷേ ഇനി ഇത് കഴിഞ്ഞിട്ട് ICUവിൽ നിന്ന് ഇറങ്ങി ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയാൽ എന്തു ചെയ്യണമെന്നറിയാത്ത ഒരു വലിയ വേദനയിലൂടെയാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത്. ദയവായിട്ട് ഈ കുടുംബത്തെ സഹായിക്കണം. ഈ വിവരത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാൻ 93 888 99 893 ഈ നമ്പറിലോ 97 459 200 74 ഈ നമ്പറിലോ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. വിശദ വിവരങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചിന്നമ്മ ജോസഫ് ഈ ആൻറ്റിയുടെ അക്കൗണ്ട് നമ്പറാണ്.
ഈ അക്കൗണ്ട് നമ്പറിൽ മാത്രമേ പൈസ അയക്കാവെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഈ അക്കൗണ്ടിൽ അവരുടെ അക്കൗണ്ടിൽ പൈസ അയച്ചവരെ സഹായിക്കുക. നിങ്ങൾക്ക് കഴിയുന്ന സാമ്പത്തിക സഹായം നൽകി സഹായിക്കുക. എൻ്റെ പേര് പാസ്റ്റർ സജി പള്ളിക്കുന്ന്. എല്ലാവരെയും ഒരിക്കൽ കൂടെ ദൈവനാമത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ.